ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നാട്ടുകോഴിക്കറി ഉണ്ടാക്കിയാലോ. അപ്പൊ അതെ, കുക്കറിൽ നല്ല ക്ലീൻ ചെയ്തെടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. എന്തെന്നാണ് നമ്മുടെ നാട്ടുകോഴി. അപ്പോൾ അതിനായിട്ട് ഫ്രൈ പാൻ വെച്ച് ഇനി ആ കുക്കറിൽ വേവിച്ചെടുത്ത കോഴിയുടെ നെയ്യ് പൊങ്ങിക്കിടപ്പുണ്ട്. നാടൻ കോഴി ആയത് കാരണം നല്ല നെയ്യുണ്ട്. ആ നെയ്യ് ഒഴിച്ചിട്ടാണ് ഞാനിന്ന് സവാള, ഇഞ്ചി, പച്ചമുളകൊക്കെ എല്ലാം വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പം അതിനായിട്ട് ഞാൻ ആ നെയ്യെല്ലാം കൂടെ പകർത്തി ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ, പേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഞാനത് എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ആ ഫ്ലേവറൊക്കെ ആ നെയ്യും ഒക്കെ ഇട്ട് നല്ല സ്മെല്ല് കേട്ടോ, സൂപ്പർ. അങ്ങനെ അതെല്ലാം വറ്റി വരണ്ട് അങ്ങോട്ട് വന്നപ്പോഴേക്കും വേണം നമ്മുടെ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതങ്ങോട്ട് ചേർത്ത് കൊടുക്കും. സവാളയും ചേർത്ത് ഈ ഇറച്ചി വേവിച്ചപ്പോൾ, ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പിട്ട് വേവിച്ചതാണ്. ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാണ് ഞാൻ വേവിച്ചത്. ഈ കോഴിക്ക് ഇത്തിരി വേവ്, അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ നേരത്തെ വേവിച്ചെടുത്തത് കേട്ടോ. എന്നിട്ട് നല്ല മൂപ്പാണ് കോഴി. അതുകൊണ്ട് കുറച്ച് നേരമായിട്ട് വേവിച്ച് എടുത്തിട്ട് അതിൻ്റെ നെയ്യും ഇതെല്ലാം ഇട്ടാണ് ഈ സവോളയും ഇതൊക്കെ വാടി. ഈ സവോള വാടി വന്നപ്പോഴേക്കും നമ്മുടെ മസാല, ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഞാൻ ചേർത്തിട്ടാണ് നന്നായിട്ട് അത് വരട്ടി നല്ല ഫ്രൈ ആയിട്ട് സവാളയും ഈ മസാലയും കൂടെ നന്നായിട്ട് യോജിച്ച് എടുത്ത് അതിന് ശേഷം നമുക്ക് തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കണം. ഈ തക്കാളിയും കൂടെ ചേർത്ത് ആ ഇതിലേക്ക് കിടന്ന് മസാലയിൽ തക്കാളി ഇതും കൂടെ ഒക്കെ അങ്ങോട്ട് നന്നായിട്ട് കുഴഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കണം. അതിലേക്ക് കുറച്ച് മല്ലിയിലയും വേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വേണം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അത് വഴറ്റി ഇതായി വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ആ ഫ്ലേവറും എല്ലാം കൂടെ ഒന്ന് മിക്സായി കഴിയുമ്പോൾ നമ്മുടെ നാട്ടുകോഴിക്കറി ഇവിടെ റെഡി ആയിട്ടാണ്. ഒന്ന് ഇതുപോലെയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. എൻ്റെ നാട്ടുകോഴിക്കറി റെഡിയായി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.